പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജീവിത നൗക എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പ്രിയങ്കയുടെ വാക്കുകൾ പ്രിയങ്കയുടെ അനിയത്തിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും താൻ പ്രിയങ്കയുടെ കുടുംബത്തിന്റെ സമാധാനം തകർക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന മേഘ്ന അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പ്രഭാകരൻ തന്റെ 2 മക്കളെയും സ്നേഹിക്കാൻ തുടങ്ങുകയും തന്റെ മക്കളോട് താൻ ഇതുവരെ നിങ്ങളെ കാര്യമായി നോക്കിയിരുന്നില്ല എന്നും പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല എന്നും വ്യക്തമാക്കുന്ന അയാൾ മക്കൾക്കു വേണ്ടി ഭക്ഷണം തയ്യാറാക്കി നൽകുന്നു. ഇതേ തുടർന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി പ്രിയങ്കയുടെ അനിയത്തിക്ക് ഒരു ഫോൺ കോൾ വരികയും പ്രിയങ്കയുടെ അനിയത്തി സ്നേഹിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പ്രിയങ്ക പ്രഗ്നന്റ് ആണ് എന്നുള്ള വാർത്ത എത്തിയിട്ടുണ്ട് എന്ന് അറിയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം പ്രിയങ്കയുടെ അനിയത്തിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അവൾ അത് നിഷേധിക്കുകയും ഇനിയും ഇതുപോലുള്ള അപവാദവുമായി ഇങ്ങോട്ട് ഫോൺ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യമെല്ലാം കേൾക്കാൻ ഇടയാകുന്നത് പ്രഭാകരനെയും അതുപോലെ തന്നെ പ്രിയങ്കയെയും ഞെട്ടിക്കുന്നു. ഇതേ തുടർന്ന് പ്രിയങ്ക സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി തയ്യാറാവുകയും അതിന്റെ ഭാഗമായി തന്റെ അനിയത്തിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. പ്രിയങ്ക തന്റെ അനിയത്തിയോട് നിതീഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് തനിക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുന്ന അനിയത്തി അച്ഛൻ നൽകാത്ത സ്നേഹം നൽകിയത് അവനാണ് എന്നും അതുകൊണ്ട് തന്നെ ജീവനേക്കാൾ വിലയാണ് താൻ അവന് നൽകിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് താൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു സത്യം പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രിയങ്ക താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് പ്രിയങ്കയുടെ അനിയത്തിയെ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് അവൾ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോവുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാഴ്ച പ്രിയങ്കയെ ഞെട്ടിച്ച് കളയുകയും തന്റെ സഹോദരി ഇനി മുതൽ തന്നെ വെറുത്തു തുടങ്ങുമോ എന്നുള്ള ചിന്ത പ്രിയങ്കയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മാളുവിന് കാലിൽ മുറിവേറ്റതിനെ തുടർന്ന് തന്നെ സഹായിക്കുന്നതിനായി അമ്മയോട് പറയുന്നുവെങ്കിലും ഫോണിൽ ബിസി ആയിരുന്നതിനാൽ മാളുവിന്റെ അമ്മ അതിന് തയ്യാറാകുന്നില്ല. എന്നാൽ ഇത് കാണാനിടയാകുന്ന മേഘ്ന ഈ അവസരം മുതലെടുക്കാൻ തീരുമാനമെടുക്കുകയും മാളുവിന് പോയിസൺ കുത്തിവെക്കുന്നതിനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന മേഘ്ന വെള്ളം എടുക്കുന്നതിനായി അടുക്കളയിലേക്ക് പോകുന്നു. ഇതേ സമയം മാളുവിന്റെ അമ്മ അവിടേക്ക് വന്നതിനാൽ മേഘ്നയുടെ പദ്ധതി പാളിപ്പോകുന്നു. ഇതേ തുടർന്ന് വീട്ടിൽ തിരികെ എത്തിയ ജയന് ചായ കൊണ്ടു കൊടുക്കുന്ന മേഘ്ന നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ കാര്യം ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് ജയൻ എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു. ഇതിനിടയിൽ ജയനെ തേടി ഒരു ഫോൺ കോൾ എത്തുകയും ഹരി തല്ലുണ്ടാക്കി വയ്യാതെ താഴെ വീണ് കിടക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഹരിയെ രക്ഷപ്പെടുത്തുന്നതിനായി ഉടൻ തന്നെ ജയൻ യാത്ര തിരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.